എന്റെ അമ്മേ. ഏതായാലും അമ്മണിക്കുട്ടിക്ക് കത്തൊന്നുമില്ല. നോക്കിയാൽ ശരിക്കും നോക്കിയതാ. കത്ത് വല്ല ഉണ്ടെങ്കിൽ വീട്ടിൽ കൊണ്ടുവരും. ഒരു 3 ഇല്ലന്റെ. 1 രൂപ 5 പൈസ. 1 രൂപ 5 പൈസ. ചായോ മറ്റോ വേണോ സാർ? വേണമെങ്കിൽ അറിയിക്കാം. പിന്നെ സാർ ഒരു ഉപകാരം ചെയ്യണം. മറ്റവനില്ലേ ആ തിണ്ടി നകലിൽ, ദയവ് ചെയ്ത് സാർ അവന് ഇല്ലന്റെ കാർഡ് ഒന്നും കൊടുക്കരുത്. ആവശ്യക്കാർക്ക് കൊടുക്കാനല്ലേ ഇതൊക്കെ ഇവിടെ കൊണ്ടുവച്ചിരിക്കുന്നത്. അവൻ എന്തോന്ന് ആവശ്യം സാറേ? അവന്റെ അമ്മാവിയമ്മയുടെ പൊലവിളിക്ക് നാട്ടുകാരെ ക്ഷണിക്കാനോ? ഇവിടെ അവൻ തോന്നി ദിവസം പറഞ്ഞാലുണ്ടല്ലോ, അവനോടെ കടയിലുണ്ടല്ലോ, നേരിട്ടങ്ങ് ചോദിച്ചാൽ മതി. ചോദിച്ചാൽ അവൻ എന്തോ ചെയ്യാൻ വിഴുങ്ങുമോ? ഇടിച്ചവന് 32 പല്ല് ഞാൻ കളയും. സാർ ഇനി അവൻ ഇന്ത്യയിൽ ഒന്നും കൊടുക്കരുത്. ഇനി അവനിക്ക് കത്ത് എഴുതിയാൽ അന്ന് അവന്റെ അവസാനമാണെന്ന് സാർ അവനോട് പറഞ്ഞേര്. ഞാനായിരുന്നു എന്റെ കൂലിക്കാരനോ? താൻ പറയുമ്പോ പോയി അങ്ങോട്ട് പറയാൻ. സാറിനറിയാവോ, എനിക്കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തള്ളയെ കൊണ്ട് കളവ് പിടിച്ച് തട്ടിയെടുത്ത തെണ്ടി കള്ളനാവേ. പാടം വിറ്റ വകയിൽ പെറ്റ തള്ളയുടെ പെട്ടിന്ന് 10,000 രൂപ ഈ തെണ്ടി മോട്ടിച്ചെടുത്താണ് ഇവിടെ ചായക്കട തുടങ്ങിയത്. ഫയൽമാൻ കൊച്ചുകൂട്ടമ്പിള്ളയുടെ ആൾക്കാരാ. ഒരു 10-100 പേരുണ്ടായിരുന്നു. എല്ലാവരുടെയും കയ്യിൽ ആയുധവും. കുറച്ചു സമയം ഞാൻ അടിച്ചു നിന്നു. പക്ഷെ എന്റെ കയ്യിൽ ആയുധം ഇല്ലായിരുന്നല്ലോ. ആയുധം പോട്ടെ, ചീട്ട് കളിക്കണം. വെറുതെ തല്ലിയതായിരിക്കും. വെറുതെ അങ്ങനെ ഒരാൾ തല്ലോ മാഷെ? കാര്യം പറ, തെളിച്ച് പറ. എന്താ ഇങ്ങോട്ട് വന്നേ. എന്താ ഇനി സത്യം പറയാം. പറഞ്ഞോളൂ. ഒരു കുഞ്ഞു പോലും ഇങ്ങോട്ട് വരില്ല. എടാ ഇപ്പ ആരും ഇങ്ങോട്ട് ഇവിടെ കേട്ടോ. എനിക്ക് അയാളുടെ മകൾ അമ്മണിക്കുട്ടി ഇഷ്ടമാണ്. ഇഷ്ടപ്പെട്ടോളൂ. കല്യാണം കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹിച്ചോളൂ, കല്യാണം കഴിച്ചോളൂ. പ്രേമിച്ചു പോയത് ഒരു കുറ്റമാണോ? ആരും പറഞ്ഞു കുറ്റാണെന്ന്? പ്രേമിച്ചോളൂ. എനിക്കിവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ. ഞാൻ അന്യനാട്ടുകാരനല്ലേ. അത് പറയരുത്, അത് പറയരുത്. ഇന്ത്യ മഹാരാജ്യത്തിലെ വോട്ടവകാശമുള്ള പൗരനാണെങ്കിൽ അമ്മണിക്കുട്ടിയെ കൈ അമ്മണിക്കുട്ടിയെ നിങ്ങൾ പ്രേമിക്കുന്നുണ്ടെങ്കിൽ കുട്ടമ്പിള്ളയുടെ കാടത്വത്തിനെതിരെ ഞാൻ ശബ്ദം ഉയർത്തുന്നു. ഇല്ല, ആരും ശബ്ദം ഉയർത്തണ്ട. ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോട്ടെ. അങ്ങനെ നിങ്ങൾ ജീവിക്കാൻ ഞങ്ങൾ സമ്മതിക്കൂല. സമ്മതിക്കോ? ഇല്ല. സഖാവേ, ഇതിപ്പോ നിങ്ങളുടെ മാത്രം പ്രശ്നമല്ല. ആണോ? അല്ല. ഈ മുത്താരം കുന്നിലെ സ്വാതന്ത്ര്യത്തിന് കൊതിക്കുന്ന ഞങ്ങളുടെ ജനങ്ങളുടെ പ്രശ്നമാണ്. ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ടും പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. പ്രേമിക്കും പ്രേമിക്കും ഇനിയും ഞങ്ങൾ പ്രേമിക്കും. ഒന്നേ ഉള്ളൂ പ്രതിവിധി. ഇതിന് കല്യാണം, അത് കല്യാണം. കയ്യൂക്ക് കൊണ്ടും അടിതട കൊണ്ട് പ്രശ്നം ഒതുക്കാൻ നോക്കണ്ട. ദിലീപ് കുമാറിനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി കുട്ടമ്പിള്ളേ. ഇംഗ്ലണ്ട് 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 സിന്ദാബാദ്. നിങ്ങൾ എല്ലാവരും ഇവിടെ നിൽക്കി, ഞാൻ പോയിട്ട് ഇപ്പൊ. അതെ നേരാവേ, ഞങ്ങൾ ചീട്ടുകൾ മുടക്കിട്ടാ വന്നിരിക്കുന്നത്. മുടക്കണ്ട, പോയി കളിച്ചോ. അല്ല, അത് പോയി കളിക്കാൻ. പക്ഷെ വന്നതിനെന്തെങ്കിലും ഫലം വേണം. ഇവിടെ ആദ്യം നിന്റെ ഈ ശബ്ദം ഒന്ന് കുറയ്ക്കി. അതിനുശേഷം എന്താഴ്ച ഞാൻ ചെയ്തോളാം കേട്ടോ. വിടാൻ കൊള്ളത്തില്ലല്ലോ. ഗംഭീര യാത. പ്രതിഷേധത്തിന്റെ ശംഖനാദം ഗ്രാമാന്തരീക്ഷത്തിൽ അലയടിച്ചു വരികയാണ്. നിങ്ങൾ പ്രശ്നം വഷളാക്കാൻ തന്നെ തീരുമാനിച്ചു അല്ലേ? മിസ്റ്റർ ദിലീപ് കുമാർ, സ്വല്പം മനസാക്ഷിയോടുകൂടി സംസാരിക്കണം. എങ്ങു നിന്നോ കടന്നു വന്ന നിങ്ങൾക്ക് വേണ്ടി മുത്താരം കുന്നിലെ പ്രബുദ്ധരായ ജനങ്ങൾ ഒന്നടങ്കം ശബ്ദമുയർത്തുകയാണ്. നന്ദി വേണോടോ, നന്ദി. തൽക്കാലത്തെ ആവശ്യത്തിന് ഇതിരിക്കട്ടെ. അയ്യോ, ഞാനത് വേറൊരു ആവശ്യം. വേണ്ട, സംസാരിക്കണ്ട, ഒന്നും സംസാരിക്കണ്ട, വിശ്രമിക്കൂ. അയ്യോ എടാ,
നിനക്ക് ഞാനുണ്ടടാ. ഈ KPK തങ്കപ്പൻ ചേട്ടനുണ്ടടാ. ഈ നാട്ടിലെ ബഹുജനങ്ങളുണ്ട്. KP അമ്മണിക്കുട്ടിയെ നീ വിവാഹം കഴിക്കണം. ഇല്ലെങ്കിൽ കഴിപ്പിക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഒരു ജാഥ പുറപ്പെട്ടിട്ടുണ്ട്. എന്ത് ജാഥ? മർദ്ദന പ്രതിഷേധ ജാഥ. ജാഥയെങ്കിൽ ജാഥ, എല്ലാത്തിനെയും ഞാൻ ഇടിച്ച് നിരപ്പാക്കും. ഒന്ന് ചുമ്മാ ആശാനെ, ശരീരം നോക്കുന്നവർക്ക് സാധാരണ തലച്ചോറ് വർക്ക് ചെയ്യാറില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചോളാം. ഞാനെന്താ ചെയ്യേണ്ടത്? ആശാൻ ജാഥയെ ഒന്ന് നേരിടണം. ശ്രീകുമാരനെ തൊട്ട് കളിച്ചാൽ അക്കളി തീക്കളി ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് കല്യാണം. ഒന്നേ ഉള്ളൂ പ്രതിവിധി, ഇതിന് കല്യാണം അത് ഇത് കല്യാണം. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. ആരാ നിങ്ങളുടെ നേതാവ്? നീയാണെന്ന് പറയടാ. തീപ്പരി ഞങ്ങളുടെ നേതാവ്. നേതാവ് മുന്നോട്ട് വരട്ടെ. ഞങ്ങളൊക്കില്ല ഇവിടെ. അടിയെങ്കി അടി, വെടിയെങ്കി വെടി. നേതാവ് അരിയാട്ടി എന്നെ അകത്രത്തിന് നീ ഇത് ഇവിടെ ഡയറി ഓടി തള്ളില്ല തള്ളില്ല. ഞാൻ പോകണ്ട, ഞാൻ പോയിക്കോളെ, ഞാൻ പോയിക്കോളാം. നടപ്പില്ല. ഇല്ലേ? ഇല്ല, നടപ്പില്ല. ഉറപ്പാണോ? ഉറപ്പ്. ഉണ്ടാക്കും ഉണ്ടാക്കും പ്രശ്നം ഞങ്ങൾ ഉണ്ടാക്കും. 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 നിർത്ത്. ഇത് വെറും ഒരു സൂചന മാത്രം. ഘരാവോ, സത്യാഗ്രഹം, ദേവതന്ത്രം തുടങ്ങിയ ഞങ്ങളുടെ വിപുലമായ പരിപാടികൾ അണിയറിയിൽ തയ്യാറെടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്നതാണ് നല്ലത്. ആലോചിക്കാൻ അധികം സമയമില്ല. ഗുസ്തിക്കാരൻ കൊച്ചുകുട്ടമ്പിളുടെ മകളെ ഒരു കൈയൂക്കുള്ളവനെ കല്യാണം കഴിച്ചു കൊടുക്കും. ഈ തീരുമാനത്തിന് മാറ്റമില്ല. ദിലീപൻ കയ്യൂക്കില്ലാത്തവനാണെന്ന് ആര് പറഞ്ഞു? എന്നിട്ട് കയ്യൂക്കുള്ളവൻ എവിടെ? ആശുപത്രിയിലോ ചുടുകാട്ടിലോ? 50 പേര് വന്നാലും ഒറ്റയ്ക്ക് തല്ലി നേടുന്നവനായ എന്റെ അനന്തരവൻ, അവനാ എന്റെ മോളുടെ ഭർത്താവ്. ആ അനന്തരവനെയും കൂടെ 50 പേരെയും തല്ലി നേടുന്നവനാണ് ഈ ദിലീപ് കുമാർ. തെളിയിക്കണം. തെളിയിച്ചാൽ പെണ്ണവന്. അപ്പൊ എപ്പ തല്ലണം? തീയതി നിശ്ചയിക്കും. എത്ര പേരെ തല്ലണം? തമ്മിൽ തല്ല് ശാസ്ത്രത്തിൽപ്പെട്ടതല്ല. കരക്കാരുടെയും പ്രമാണിമാരുടെയും സാന്നിധ്യത്തിൽ നേരിട്ട് ശക്തി പരീക്ഷിക്കട്ടെ. ഗുസ്തി, ഗാട്ടാ ഗുസ്തി. ആരോട്? ആശാനോടോ? സിംഹം കുറുനരികളെ നേരിടാറില്ല. ആളും തീയതിയും പുറമേ അറിയിക്കും. ജയ് ഹനുമാൻ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗുസ്തി പിടിച്ചോട്ടെ, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട, കൊടിപിടി വേണ്ട, ഗാട്ടാ ഗുസ്തി പിടിച്ചോട്ടെ. അടിപിടി വേണ്ട.